കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ഭക്തന് മഹത്തായ കാര്യങ്ങളെ അറിയിക്കുന്ന ദൈവമാണ് എന്ന് യെരമ്യാ പ്രവാചകൻ പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും ആഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന് പ്രവാചകൻ ഇവിടെ പറയുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുവാൻ പറയുന്നു. യാക്കോബ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ യാക്കോബ് 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് രോഗശാന്തി വരുത്തും എന്ന് പറയുന്നു. അതേപോലെ തന്നെ മത്തായി 7:7 വായിക്കുമ്പോൾ അവിടെ മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, കേൾപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തുമെന്ന് ദൈവവചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ ഉത്തരമരുളുന്ന ദൈവമാണ്, മഹത്തായ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണെന്നറിഞ്ഞ് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ നാം ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, നിന്നോട് വിളിച്ചപേക്ഷിക്കുന്ന നിൻ്റെ ജനത്തിന് നീ മഹത്തായ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. കർത്താവേ, യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ രോഗശാന്തി വരുത്തുമെന്നും കേട്ടാൽ നിങ്ങൾക്ക് കിട്ടുമെന്നും മുട്ടുവിൻ തുറക്കുമെന്നും പറഞ്ഞ എൻ്റെ ദൈവം ഞങ്ങളുടെ അഭയാചനകൾക്ക് മറുപടി നൽകി ഈ ദിവസം നിൻ്റെ വലിയ കൃപ കൊണ്ട് നമ്മൾ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിൻ്റെ അപേക്ഷകൾ കേട്ട് മറുപടി നൽകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നൽകി വഴി നടത്തണേ നല്ല പിതാവേ, ആമേൻ.